പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 13 വ്യാഴം. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഒമാൻ ചരിത്രബന്ധത്തെ വിശദീകരിക്കുന്ന പ്രദർശനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ലെഗസി ഓഫ് ഇന്തോ ഒമാൻ റിലേഷൻസ് എന്ന പേരിലുള്ള പരിപാടി ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ ആണ് നടക്കുന്നത്. നാഷണൽ ആർക്കൈവ് ഓഫ് ഇന്ത്യ, ഒമാനിലെ നാഷണൽ റെക്കോർഡ്സ് ആൻഡ് ആർക്കൈവ് അതോറിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചൊവ്വാഴ്ച പ്രദർശനത്തിന് തുടക്കമായത്. പ്രദർശനം വ്യാഴാഴ്ച സമാപിക്കും. റംസാൻ വിപണിയുടെ ഭാഗമായി പരിശോധന ആരംഭിച്ച് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം. വിപണിയിൽ ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പരിശോധന ആരംഭിച്ചു. വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നത്. വരും ദിവസങ്ങളിൽ പരിശോധന കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. എല്ലാവിധ വിൽപ്പന കേന്ദ്രങ്ങളിലും പരിശോധനയുണ്ടാകും. റംസാൻ വിപണി മുതലെടുത്ത് ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകും. റംസാൻ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കച്ചവടം വർദ്ധിപ്പിക്കുന്നത് മുതലെടുക്കാൻ കച്ചവട കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. റംസാനിലും ശക്തമായ പരിശോധനയുണ്ടാകും. കടകളിലെത്തി ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകാനും ശ്രമിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഉപഭോക്താക്കളെയും ബോധവൽക്കരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം റംസാൻ മാസം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പഴം പച്ചക്കറി വിപണി സജീവമായി. രാജ്യത്തെ തോട്ടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങളും പച്ചക്കറികളും മാർക്കറ്റിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട്. റംസാനിൽ പഴം പച്ചക്കറി സാധനങ്ങൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കും. ചില ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലും റംസാനിൽ ആവശ്യ സാധനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിരക്കിളവുകളും സമ്മാനങ്ങളും പ്രഖ്യാപിക്കാനിരിക്കുകയാണ് വാണിജ്യ സ്ഥാപനങ്ങൾ. ക്യാഷ് ഉൾപ്പെടെ സമ്മാനങ്ങളാണ് സ്ഥാപനങ്ങളിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. 5 ദിനങ്ങളായി രാജ്യത്തിന്റെ ഗ്രാമങ്ങളും നഗരങ്ങളും മലകളും മരുഭൂമിയും കീഴടക്കി ടൂർ ഓഫ് ഒമാന് സമാപനം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കരുത്തന്മാരുടെ പോരാട്ടത്തിൽ UAE ടീമിലെ ബ്രിട്ടീഷ് സൈക്ലിംഗ് താരം ആഡം യേറ്റ്സ് ജേതാവായി. താരം തുടർച്ചയായി 2ാം തവണയാണ് ടൂർ ഓഫ് ഒമാൻ സൈക്ലിംഗ് ജേതാവാകുന്നത്. ദാഖിലിയ ഗവർണറേറ്റിലെ ആദം വിലായത്തിൽ ഭക്ഷ്യനിയന്ത്രണ ലൈസൻസിംഗ് വകുപ്പ് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ഫീൽഡ് പരിശോധനകൾ നടത്തി. ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത 84 കിലോഗ്രാം ഭക്ഷണ സാധനങ്ങളും മറ്റു വസ്തുക്കളും ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. നിയമലംഘനം നടത്തിയ ഒരു സ്ഥാപനത്തിനെതിരെ ആരോഗ്യലംഘനത്തിന് നോട്ടീസ് നൽകി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധതയുടെ ഭാഗമായി പരിശോധന തുടരുമെന്നും നഗരസഭ അധികൃതർ വ്യക്തമാക്കി. വിശുദ്ധ റംസാൻ മാസം അടുക്കുമ്പോൾ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിലെ ഷോപ്പിംഗ് സെന്ററുകളിൽ റംസാൻ ബാസ്ക്കറ്റുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മാർക്കറ്റ് പരിശോധനകൾ ശക്തമാക്കുന്നു. സ്ഥിരത, ന്യായമായ വില, ഉപഭോക്തൃ സൗഹൃദം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശോധനകളും മറ്റും നടത്തുന്നത്. കൂടുതൽ ആളുകൾക്ക് ആശ്രയമാകുന്ന റംസാൻ ബാസ്ക്കറ്റ് പുറത്തിറക്കുന്നതിന് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളുമായി CPA സഹകരിക്കുന്നുണ്ട്. ഈ വർഷം റംസാൻ ബാസ്ക്കറ്റിൽ 17 മുതൽ 19 വരെ പ്രധാന ഉൽപ്പന്നങ്ങളായിരിക്കും ഉണ്ടാകുക. അവയുടെ വില 10 റിയാലിൽ കൂടരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പല ഗവർണറേറ്റുകളിലും വിവിധ സ്ഥാപനങ്ങൾ റംസാൻ ബാസ്ക്കറ്റ് ആരംഭം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. CPAയുടെ മുൻകരുതൽ സമീപനം വില സ്ഥിരപ്പെടുത്തുകയും വിപണി ചൂഷണം തടയുകയും ഉപഭോക്താക്കൾക്ക് ന്യായമായ നിരക്കിൽ ആവശ്യ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. പരിശോധനകൾ നടക്കുന്നതോടെ പ്രധാന റീട്ടെയിലർമാരിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് അതോറിറ്റി ഉറപ്പു നൽകുന്നു. റംസാൻ മാസത്തിൽ ഉപഭോക്തൃക്ഷേമത്തിനായുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശ്യത്തോടെയാണ് പരിശോധന ആരംഭിച്ചത്.
ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം രാജ്യത്തെ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളുമായി ചേർന്ന് ഉപഭോക്താക്കൾക്കായി റംസാൻ കിറ്റ് പുറത്തിറക്കി. റംസാൻ ഫാമിലി പാക്ക് എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും. കുറഞ്ഞ നിരക്കിലാണ് പാക്ക് ലഭ്യമാക്കിയിരിക്കുന്നത്. അരി, പഞ്ചസാര, വെജിറ്റബിൾ ഓയിൽ, പാൽപ്പൊടി, അറബിക് കോഫി, ടൊമാറ്റോ പേസ്റ്റ്, അരിമാവ്, വെള്ളക്കടല തുടങ്ങിയ വസ്തുക്കളാണ് ഒരു കിറ്റിൽ ഉണ്ടാകുക. റംസാനിലേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ എളുപ്പത്തിൽ ഉപഭോക്താവിന് സ്വന്തമാക്കാൻ സഹായകമാകുന്നതിനാണ് റംസാൻ ഫാമിലി പാക്ക് പദ്ധതിയെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ സമാനമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ വിജയവും ഉപഭോക്താക്കൾക്കിടയിൽ ലഭിച്ച സ്വീകാര്യതയുമാണ് ഇത്തവണയും റംസാൻ ഫാമിലി പാക്ക് പദ്ധതി നടപ്പിലാക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലെത്തിക്കാൻ പദ്ധതി ഉപകരിക്കുമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പ്രതീക്ഷിക്കുന്നു. CSI സെന്റ് ജെയിംസ് ഇടവക സുവർണ ജൂബിലി നിറവിലേക്ക്. 1976 ഫെബ്രുവരി 14 രൂപീകൃതമായ സഭയുടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന 50-ാം വാർഷികാഘോഷങ്ങൾക്ക് ഈ മാസം 15 തുടക്കം കുറിക്കുമെന്ന് ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5:30 ജൂബിലി റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. അയൺമാൻ 70.3 മത്സരത്തിൽ മെഡലുകൾ വാരിക്കൂട്ടി 10-അംഗ മലയാളി സംഘം. മസ്കത്തിലെ സൈക്ലിംഗ് ഫിറ്റ്നസ് പ്രേമികളുടെ കൂട്ടായ്മയായ മലയാളി റൈഡേഴ്സിലെ അംഗങ്ങളാണ് വേൾഡ് ട്രൈത്തലോൺ കോർപ്പറേഷനും അയൺമാനും ചേർന്ന് സംഘടിപ്പിച്ച 7ാമത് മത്സരത്തിൽ ലക്ഷ്യം പൂർത്തിയാക്കി മികച്ച നേട്ടം കൈവരിച്ചത്. പാലാ സ്വദേശി ദീപു ജോർജ്, കോഴിക്കോട്ടുകാരനായ സുഹിൻ കുമാർ, മലപ്പുറം സ്വദേശി അൻവർ സാദത്ത്, കണ്ണൂർ സ്വദേശി വിനീഷ് മാത്യു, എറണാകുളം സ്വദേശികളായ റോൺ ഫിലിപ്പ്, രാഹുൽ ഹരി, അബു സന്ദീപ്, നരേൻ ഫിലിപ്പ്, ആലപ്പുഴ സ്വദേശി മച്ചു ഷാനവാസ്, ചങ്ങനാശ്ശേരി സ്വദേശി ഡോക്ടർ ആനന്ദ് സെബാസ്റ്റ്യൻ എന്നിവരാണ് കഠിനമായ കായിക പരീക്ഷണത്തിൽ വിജയം നേടിയത്. ആഗോള കായിക ഇനങ്ങളിൽ പ്രവാസി മലയാളികളുടെ പ്രാതിനിധ്യം ഉയർത്തുന്നതാണ് ഈ നേട്ടം. ഭക്ഷ്യോൽപ്പന്ന വിൽപ്പന സ്ഥാപനങ്ങളിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന വ്യാപിപ്പിച്ച് നഗരസഭ. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വിവിധ കടകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ജനുവരി അവസാന വാരത്തിലും ഈ മാസം ആദ്യ വാരത്തിലുമാണ് പരിശോധന നടന്നത്. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ആരോഗ്യ സുരക്ഷയ്ക്കു ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുകയും ചെയ്തതായി കണ്ടെത്തി. മുസന്തം ഗവർണറേറ്റിലെ ഇന്ധന സ്റ്റേഷനുകളിൽ പരിശോധന. വിലായത്തുകളിലെ വിവിധ ഇന്ധന കേന്ദ്രങ്ങളിലാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ പരിശോധന. അധികൃതർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇൻസ്പെക്ഷൻ വിഭാഗം തുടരുന്ന പരിശോധനകളുടെ ഭാഗമായിരുന്നു നടപടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.